ഓക്കെ, അപ്പോൾ അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷിൻ ഡിയാഗോ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലാണുള്ളത്. ചാലക്കമ്പോളത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ മിഠായി തെരുവിൽ നിന്ന് ചാലക്കമ്പോളത്തിൻ്റെ കച്ചവട വിശേഷങ്ങളുമായി അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. മിഠായി തെരുവ് ഉണർന്നു കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആശങ്കയൊന്നും വേണ്ട. കച്ചവടക്കാർക്ക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം, സാധനങ്ങളൊക്കെ ഇറക്കാം, കച്ചവടം പൊടിപിടിക്കാം. എന്താണ് ചാലക്കമ്പോളത്തിലെ ആളുകൾ പറയുന്നത്? കച്ചവടം ഇപ്പോൾ മോശമായിരിക്കും, പക്ഷേ അങ്ങോട്ട് ഉണർവാൻ പോവുകയാണെന്ന് അവരോട് പറഞ്ഞോളൂ. ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രത്യേകത, അവർക്ക് എന്ത് ആഘോഷമാണെങ്കിലും ആദ്യം ഓടിയെത്തുക ഈ ഒരു ചാല മാർക്കറ്റിലാണ്. കാരണം ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓണമായതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടക്കാരൊക്കെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് ഈ ചാല മാർക്കറ്റിൻ്റെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഭാഗത്താണുള്ളത്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പക്ഷേ ഈ ഒരു തുലാവർഷം, അതുപോലെ ഈ കാലവർഷം, ഈ ഒരു ദുരിതം, ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചെറിയൊരു തിരിച്ചടി ഉണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ വിപണി ഒന്ന് സജീവമാകും എന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, ഓണമൊക്കെ അല്ലേ, കച്ചവടം എങ്ങനെ? കച്ചവടമൊക്കെ വളരെ ഇല്ല, ആളുകളൊന്നും ഇല്ല, കണ്ടില്ലേ? സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെ? സാധനമൊക്കെ വളരെ വില കുറവാണ്. വെണ്ടയ്ക്ക 20, അമരയ്ക്ക 20, തക്കാളി 20, കത്തിരിക്ക, നാടൻ കത്തിരിക്ക 40, നെല്ലിക്ക 35-40. മാത്രമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ വരുത്തിച്ചായിരുന്നു. നേരത്തെ വരത്തില്ല, ഇനി മേലെ ഇനി 10-12 ദിവസം വരെ ഉണ്ട്. അപ്പോൾ അത് ഞായറാഴ്ചയാണ്, ആളുകളുടെ കുറവുണ്ടോ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ വരേണ്ടതാണ്, ആരും വന്നിട്ടില്ലേ. പച്ചക്കറിക്കെല്ലാം വില കുറവാണ് എന്തായാലും. എല്ലാം വില വളരെ വില കുറവാണ്. ഏറ്റവും വില ഏതിനാണ് ഇത്തവണ? ഏറ്റവും വില വന്നിട്ട് തൊണ്ടമ്പഴം 100 രൂപ, 100, 80, 70 പല ഐറ്റങ്ങളും ഉണ്ട്. ഡോക്ടർ അരുൺ, ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, സാധനങ്ങൾക്ക് വില കുറവാണ്. പക്ഷെ വാങ്ങാനായി ആളുകൾ വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെന്തായാലും വരും ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഒരു പ്രത്യേകത. അവർ ലാസ്റ്റ് അവർ റഷാണ്, ഏറ്റവും അവസാന നിമിഷങ്ങളിലായിരിക്കും അവർ സാധനങ്ങൾ വാങ്ങാനൊക്കെ കൂട്ടത്തോടെ എത്തുക എന്നുള്ളതാണ്. ചേട്ടാ, ഓണമൊക്കെ അല്ലേ, എന്തായി കച്ചവടമൊക്കെ? കച്ചവടം വളരെ മോശം, ആളില്ല, ആൾ വരുന്നില്ല. മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും വില കുറവാണ്, പക്ഷെ ആൾ വരുന്നില്ല. സാധനമാണ് ഈ റോഡ് പണി നടക്കുന്നതാണ് മെയിൻ കാരണം. അതുകൊണ്ട് ആൾക്കാർ കയറുന്നില്ല. മഴ ഒരു ചെറിയ ആശങ്കയാണ്. മഴ ചെറിയൊരു ആശങ്കയുണ്ട്, എന്നാലും സാധനങ്ങളെല്ലാം വളരെ വളരെ കുറവാണ്. നാളികേരമൊക്കെ കിലോ എത്രയാ? 40 രൂപ. ഓക്കെ അഷിൻ, ഇത് കേരളത്തിലെ പൊതുവെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിനെതിരെ കച്ചവടക്കാരും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഓണത്തിന് 2 ആഴ്ച കൂടിയുണ്ട് അല്ലേ? അപ്പോൾ 2 ആഴ്ചയുള്ള ഓണം ഇപ്പോഴേ തന്നെ വരവ് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദുരന്ത മുഖത്ത് നിന്ന് സാവധാനം കരകയറി വരികയാണ്. അതിൻ്റെ ഒരു മരവിപ്പ് സ്വാഭാവികമായും എല്ലാ മേഖലകളിലും ഉണ്ടാവും. പക്ഷേ നമുക്കിങ്ങനെ മരവിച്ച് എത്ര കാലം ഇരിക്കാൻ പറ്റും? ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. ഒരു ചാർച്ചാപ്പിളി പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു ദുഃഖത്തെ നമ്മൾ വീണ്ടും എന്തിനും എടുക്കണേ. ഒരു തമാശ ഒരു പ്രാവശ്യം കേട്ട 2ാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് അത്ര ചിരി വരും. കറക്റ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ, നിങ്ങൾ തമാശ പറയാറുണ്ടല്ലോ, ഒരു തമാശ പറയും, നമ്മൾ പൊട്ടിച്ചിരിക്കും. 2ാമത് അതേ തമാശ പറഞ്ഞാലോ, മതി നിർത്തിയിട്ട് പോടേ എന്ന് പറയും. പിന്നെ അതേപോലെ നമ്മൾ ദുഃഖത്തിൻ്റെ കാര്യം ഒരു തവണ പറഞ്ഞാൽ പിന്നെ വീണ്ടും ആലോചിച്ചിരിക്കുന്നതിന് ഒരു തമാശ കേട്ട് നിങ്ങൾ പലതവണ ചിരിക്കാറില്ലല്ലോ. അതുപോലെ ഒരു ദുരന്തം വന്നാൽ പിന്നെ ആ ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ച് ജീവിതം ദുരന്തമാക്കാതിരിക്കുക, അതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് നമ്മൾ ആലോചിക്കുക.